നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. മലക്കപ്പാറ വാൽപ്പാറ അതിർത്തിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞ ജനം. കല്ലൂർ മുട്ടിത്തടിയിൽ ശക്തമായ മഴയിലും കാറ്റിലും വീട് തകർന്നു വീണു. പൊന്നൂക്കരയിൽ വീടുകൾക്ക് മുൻപിൽ നിർത്തിയിട്ടിരുന്ന 3 വാഹനങ്ങൾ സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. +2 പരീക്ഷയിൽ 77.81% വിജയം. VHSEക്ക് 70.6% വിജയം. ആലൂർ പഞ്ചായത്തിലെ കണ്ണിക്കരയിൽ നിർമ്മിച്ച സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മലക്കപ്പാറ വാൽപ്പാറ അതിർത്തിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. തമിഴ്നാട് അതിർത്തിയിൽ താമസിക്കുന്ന 67 വയസ്സുകാരിയായ മേരിയാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഷോളയാർ ഡാമിന്റെ ഇടതുകര ഭാഗത്തായിരുന്നു ഇവരുടെ താമസം. വീടിന് സമീപം ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ മേരിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. ബസ് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് പണിമുടക്ക് ആരംഭിച്ചത്. അമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരത്തിലും തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ട ബസ്സുകൾ പുതുക്കാടെത്തി തിരിയണമെന്ന നിർദ്ദേശത്തിലും പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക്. നിർമ്മാണം പൂർത്തിയായ അടിപ്പാതയിലൂടെ വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളെ കടത്തിവിടണമെന്നാണ് ബസ് തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യം. ഈ വരന്തരപ്പള്ളി ആമ്പല്ലൂര് വരന്തരപ്പള്ളി കല്ലൂര് വഴിക്കുന്ന വരുന്ന വണ്ടികളെ, തൃശ്ശൂർക്കുള്ള വണ്ടികളെ ആമ്പല്ലൂര് യൂട്ടാൻ അടയ്ക്കുകയും 1.5 കിലോമീറ്റർ പോയി പുതുക്കാട് പോയി തിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സിഗ്നൽ ആകെ 15 സെക്കൻഡാണുള്ളത് നമുക്ക് തിരിയാനായിട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും റിട്ടേൺ ഈ ബ്ലോക്കിലേക്ക് തന്നെ വന്ന് തിരിഞ്ഞു പോകാനായിട്ട് 15-20 മിനിറ്റോളം നേരം വൈകുന്നതുമായി ബന്ധപ്പെട്ട് വരന്തരപ്പള്ളി റൂട്ടിലെയും കല്ലൂർ റൂട്ടിലെയും BMS ഉം CIT യൂണിയനും കൂടി സംയുക്തമായിട്ട് തൊഴിലാളികൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതോടുകൂടി വണ്ടി ഞങ്ങൾ സർവീസ് നിർത്തിവെക്കുകയാണ്. ഇവിടെ വന്ന അധികാരികളോട് സംസാരിച്ചപ്പോൾ ഇവർക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒരു അറിവില്ല എന്നാണ് പറയുന്നത്. ഈ അടിപ്പാത തുറന്നു തരാൻ പറഞ്ഞിട്ട് പോലും അവർ യാതൊരു വക നടപടികളോ സ്വീകരിക്കുന്നില്ല. അടിക്കടി ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ബസ്സുകളുടെ സമയക്രമീകരണത്തെ ബാധിക്കുന്നതിന് പുറമെയാണ് കല്ലൂരിൽ നിന്ന് വരന്തരപ്പള്ളിയിൽ നിന്നും ബസ്സുകൾ പുതുക്കാട് സിഗ്നൽ വരെ എത്തി തിരിഞ്ഞു പോകണമെന്ന അധികൃതരുടെ നിർദ്ദേശം. പുതിയ പരിഷ്കാരം ബസ് സർവീസിനെ താറുമാറാക്കുമെന്നാണ് CITU ആമ്പല്ലൂർ മേഖലാ സെക്രട്ടറി KV ജിജിൻ പറയുന്നത്. വരന്തരപ്പള്ളി കല്ലൂർ ഭാഗത്ത് വരുന്ന ബസ്സുകൾക്ക് ഇപ്പോൾ ഇവിടെ യൂട്ടേൺ എടുത്ത് പോയിരുന്നത് ഇനി 200-300 മീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് തിരിച്ചു വരണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ പുതുക്കാട് വരെ സിഗ്നലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ 10-15 മിനിറ്റ് പോകും. ഇപ്പം തന്നെ ഈ വഴി ഇങ്ങനെ ബ്ലോക്കാണ്, ഇത്രയും ബ്ലോക്കാണ് ഇവിടെ. അത് കഴിഞ്ഞ് ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ സ്കൂൾ തുറക്കലും മഴയും കൂടി ആയി കഴിയുമ്പോൾ പിന്നെ തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. സ്കൂൾ ബസ്സുകളും ബാക്കി വണ്ടികൾ അധികമായിട്ട് തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സർവീസ് നടത്താനായിട്ട് തീരെ പറ്റുന്ന സാധ്യത. ബസ്സുകൾക്ക് ട്രിപ്പ് പോകല്, അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകളുള്ള കാരണമാണ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ വണ്ടികൾ നിർത്തുന്നത്. ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് അടിപ്പാത തുറന്ന് തരണം എന്നാണ് നമ്മുടെ ഒരു ആവശ്യം. സ്കൂൾ തുറക്കുമ്പോൾ വാഹനങ്ങളുടെ എണ്ണവും മേഖലയിലെ തിരക്കും ഇനിയും വർദ്ധിക്കുമെന്നും നിലവിലെ പരിഷ്കാരം അനുവദിക്കാൻ ആകില്ലെന്നുമാണ് തൊഴിലാളികളുടെ പക്ഷം. ബസ്സുകൾ 15 മുതൽ 20 മിനിറ്റ് വരെ സമയം മാറുന്നതിനാൽ ബസ് ജീവനക്കാർ തമ്മിൽ തർക്കമുണ്ടാകുന്ന അവസ്ഥയും ഉണ്ടെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. അതേസമയം ബസ്സുകൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെ യാത്രക്കാർ വലഞ്ഞു. പണിമുടക്ക് ആണെന്നറിയാതെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ആളുകൾ കാത്തിരുന്നു. പലരും ഓട്ടോ ഉൾപ്പെടെയുള്ള സർവീസുകളെ ആശ്രയിച്ചാണ് മടങ്ങിയത്. കല്ലൂർ മുട്ടിത്തടിയിൽ ശക്തമായ മഴയിലും കാറ്റിലും വീട് തകർന്നു വീണു. പ്ലാവിൻകുന്ന് സ്വദേശി കുര്യൻ വീട്ടിൽ ലിജോയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. ശബ്ദം കേട്ട് ലിജോയുടെ അമ്മയും മക്കളും പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, ലിൻഡോ തോമസ്, വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പൊന്നൂക്കരയിൽ വീടുകൾക്ക് മുൻപിൽ നിർത്തിയിട്ടിരുന്ന 3 വാഹനങ്ങൾ സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. പൊന്നൂക്കര ഫ്രണ്ട്സ് നഗർ സ്വദേശി ചിറ്റാടത്ത് വീട്ടിൽ മണികണ്ഠന്റെ വാഹനങ്ങളാണ് കത്തി നശിച്ചത്. പഞ്ചാബ് മൂലയിലും ഫ്രണ്ട്സ് നഗറിലുമുള്ള 2 വീടുകളിലായി നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാൻ, കാറ്, സ്കൂട്ടർ എന്നിവയ്ക്കാണ് തീവെച്ചത്.
പിക്കപ്പ് വാൻ പൂർണ്ണമായും കത്തി നശിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. ഉള്ളൂർ പോലീസ് സ്ഥലത്തെത്തി. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ 77.81% വിജയം. മുൻവർഷം ഇത് 78.69% സയൻസ് ഗ്രൂപ്പിൽ 83.25 വിജയം. ഹ്യൂമാനിറ്റീസിൽ 69.16, കൊമേഴ്സിൽ 74.21 എന്നിങ്ങനെയാണ് വിജയശതമാനം. സർക്കാർ സ്കൂളുകളിൽ 73.23% വിദ്യാർത്ഥികൾ വിജയിച്ചു. എയ്ഡഡ് സ്കൂളുകളിൽ 82.16, അൺഎയ്ഡഡ് സ്കൂളുകളിൽ 75.91 എന്നിങ്ങനെയാണ് വിജയശതമാനം. 6 സർക്കാർ സ്കൂളുകൾ 100% വിജയം നേടി. ജൂൺ 21 മുതൽ സേ പരീക്ഷ നടക്കും. VHSCക്ക് 70.6% വിജയം. 26,178 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 18,340 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഗർഭാശയഗള ക്യാൻസറിനെതിരെ നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നെന്മണിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് HPV വാക്സിനേഷൻ സംഘടിപ്പിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു ഉദ്ഘാടനം നിർവഹിച്ചു. രാജലക്ഷ്മി റനീഷ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PG രാഖി, പഞ്ചായത്ത് അംഗങ്ങളായ ഭദ്ര മനു, ട്രീസ ബാബു, ഡോക്ടർ ഷാലി, മറിയാമ്മ തോമസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു എന്നിവർ സംസാരിച്ചു. നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യ മേഖലയിൽ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, അതൊക്കെ തന്നെ പരിഹരിക്കുക, അതിനെ പ്രതിരോധിക്കുക, അതിനാവശ്യമായ നയപരമായ രൂപീകരണം നടത്തുക എന്നൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ചെറുപ്പക്കാരോട് എത്തിയതിന് അതിശയം തോന്നുന്നുണ്ട്. പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് വളരെ നല്ല കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ചെയ്ത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയ ക്യാൻസറുകൾ ഒന്ന് മാറിൽ വരുന്ന ക്യാൻസർ. ഏറ്റവും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നൂതനമായ ഒരു പ്രോജക്റ്റ് പഞ്ചായത്ത് വഴി ചെയ്ത അതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഇന്നും എല്ലാ പഞ്ചായത്തുകളും നമ്മളോട് ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന HPV വാക്സിനേഷൻ എന്ന് പറയുന്നത്. ശോച്യാവസ്ഥയിൽ വീർപ്പുമുട്ടിയ കെട്ടിടത്തിൽ നിന്നും അളഗപ്പനഗർ ESIക്ക് താൽക്കാലിക ആശ്വാസം. അളഗപ്പനഗറിലെ വാടക കെട്ടിടത്തിലേക്ക് സ്ഥാപനം മാറണമെന്ന് ഇൻഷുറൻസ് സർവീസസ് ഡയറക്ടർ ഉത്തരവിട്ടു. തകർച്ചയായ കെട്ടിടത്തിൽ ESI പ്രവർത്തിക്കുന്നത് വലിയ അപകട ഭീഷണിയായിരുന്നു. ഇത് സംബന്ധിച്ച് NCTV നിരന്തരം വാർത്ത നൽകിയിരുന്നു. നാളുകളായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ താൽക്കാലികമായി പരിഹാരമുണ്ടായിരിക്കുന്നത്. അളഗപ്പനഗറിലെ തന്നെ ബീബീസ് ബിൽഡിംഗിലാണ് ESIയുടെ പ്രവർത്തനം നടക്കുക. ആളൂർ പഞ്ചായത്തിലെ കണ്ണിക്കരയിൽ നിർമ്മിച്ച സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ഷൈനി തിലകൻ, ജുമൈല സഗീർ, ഷൈനി വർഗീസ്, MC സന്ദീപ്, MB ലത്തീഫ്, ബാബു തോമസ്, ICDS സൂപ്പർവൈസർ രാഖി ബാബു എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള 33,99,663 രൂപ ചിലവഴിച്ചാണ് അംഗൻവാടി കെട്ടിടം പണികഴിപ്പിച്ചത്. രാഷ്ട്രീയ ജനതാദൾ RJD പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റായി അഡ്വക്കേറ്റ് TI സേവിയറെ തെരഞ്ഞെടുത്തു. പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാനൂർ സ്വദേശിയും തോട്ടിയാൻ കുടുംബാംഗവുമാണ്. 3 ദശാബ്ദത്തിൽ അധികമായി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. ഇരിങ്ങാലക്കുട, തൃശൂർ കോടതികളിലും എറണാകുളം ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും പ്രാക്ടീസ് ചെയ്തുവരുന്ന അഭിഭാഷകനാണ്. ഭാര്യ അഡ്വക്കേറ്റ് ആൽഫി സേവിയർ തൃശൂർ NACT കോടതിയിൽ KSRTC സ്റ്റാൻഡിംഗ് കൌൺസിലർ ആയിരുന്നു. മക്കൾ സാവിയോ സേവിയർ, ഡാനി സേവിയർ മാള ലോ കോളേജിൽ 4ാം വർഷ നിയമ വിദ്യാർത്ഥികളാണ്. ആലൂർ RMH സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അധ്യാപകരെ ആദരിക്കലും നടത്തി. 1980-ലെ SSLC വിദ്യാർത്ഥികൾ മെയ് 17-ന് ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് അവരുടെ അധ്യാപകരായിരുന്ന ഹെലൻ, ജോണി മാസ്റ്റർ, VJ ആനി, മാഗി, ജോസ്, ആനി, ജ്ഞാനം എന്നിവരെ ആദരിച്ചു. പ്രധാനാധ്യാപിക ജൂലിയൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CC സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. PK സുരേഷ് ബാബു, ഷീലാദേവി, വിനോദ് എരിമൽ, ജോയ് ആന്റണി, അൽഫോൻസ, സത്യൻ, EK മുരളി, P ജയകുമാർ, AK പ്രകാശൻ, അഡ്വക്കേറ്റ് സുനിൽ, ബിന്ദു എന്നിവർ സന്നിഹിതരായിരുന്നു. കാലവർഷം എത്തിയതിന് പിന്നാലെ ഇത്തവണത്തെ ആദ്യ ന്യൂനമർദ്ദം അറബിക്കടലിൽ രൂപപ്പെട്ടു.
മധ്യകിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായിട്ടാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. തുടർന്ന് വടക്കോട്ട് നീങ്ങുന്ന ന്യൂനമർദ്ദം അടുത്ത 36 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേരളത്തിലടക്കം മഴ ശക്തമാകും. വെള്ളിയാഴ്ച മുതൽ കേരളത്തിൽ കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് കൂൺ. മാംസാഹാരത്തിന് പകരം വയ്ക്കാൻ കൂണിനോളം കഴിവുള്ള മറ്റൊരു ഭക്ഷണം ഇല്ലെന്ന് തന്നെ പറയാം. കൂൺ കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയാം. പ്രോട്ടീൻ, അമിനോ ആസിഡുകൾ എന്നിവ ധാരാളമായി കൂണിൽ അടങ്ങിയിരിക്കുന്നു. പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കൂണിന് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഡയറ്റിൽ കൂൺ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നിരവധി ഗുണങ്ങളുണ്ട്. വിറ്റാമിൻ ഡിയുടെ അഭാവമുള്ളവർക്കും കൂൺ കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പ്രോട്ടീൻ, അമിനോ ആസിഡുകൾ, വിറ്റാമിൻ ഡി, B2, B3 എന്നിവയും കൂണിൽ അടങ്ങിയിട്ടുണ്ട്. ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ കൂൺ പ്രതിരോധശേഷി കൂട്ടാനും വളരെ നല്ലതാണ്. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും കൂണിന് കഴിവുണ്ട്. കൂടാതെ ഇതിൽ സോഡിയത്തിന്റെ അളവ് കുറവാണ്. പൊട്ടാസ്യം സമ്പന്നമായ കൂണ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കും. കാൽസ്യം ധാരാളം അടങ്ങിയ കൂൺ കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ബീറ്റ കരോട്ടിൻ, വിറ്റാമിൻ എ തുടങ്ങിയവ അടങ്ങിയ മഷ്റൂം കാഴ്ചശക്തി കൂട്ടാനും നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കാനും കൂൺ കഴിക്കുന്നത് നല്ലതാണ്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തൊഴിലവസരങ്ങളും അറിയിപ്പുകളുമായി അവസരജാലകം. കണ്ണാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം പകർപ്പ് സഹിതം മെയ് 30 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. വിവരങ്ങൾക്ക് 9249244738. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8975 രൂപ, പവന് 71,800 രൂപ. മണ്ണംപേട്ട വലിയ വീട്ടിൽ എടത്തിരുത്തിക്കാരൻ വർഗീസ് ഭാര്യ അന്നംകുട്ടി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണ്ണംപേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ ദേവാലയത്തിൽ നടക്കും. റാഫി, ആനി, ഷൈജി എന്നിവർ മക്കളും മോളി, ജോൺസൺ, ഷിബു എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങന്നൂർ കിഴക്കേ കപ്പേള ഊക്കൻ വർഗീസ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുമാരിയാണ് ഭാര്യ. ബ്രൈറ്റി, ബെസ്റ്റിൻ എന്നിവർ മക്കളും മാർട്ടിൻ, അവിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മലക്കപ്പാറ വാൽപ്പാറ അതിർത്തിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞ് ജനം. കല്ലൂർ മുട്ടിത്തടിയിൽ ശക്തമായ മഴയിലും കാറ്റിലും വീട് തകർന്നു വീണു. പൊന്നൂക്കരയിൽ വീടുകൾക്ക് മുൻപിൽ നിർത്തിയിട്ടിരുന്ന 3 വാഹനങ്ങൾ സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. +2 പരീക്ഷയിൽ 77.81% വിജയം. VHSEക്ക് 70.6% വിജയം. ആലൂർ പഞ്ചായത്തിലെ കണ്ണിക്കരയിൽ നിർമ്മിച്ച സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10 പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.